ഒന്നും ദൈവീകമല്ല. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. നിന്നെ നിത്യതയിൽ കൊണ്ടുവന്ന് പ്ലഗ് ചെയ്യാത്തത് ഒന്നും ദൈവീകമല്ല. ഈ ഭൂമിയിൽ നിനക്ക് നന്മ, അനുഗ്രഹം, വിടുതൽ, സൗഖ്യം, ആമേൻ, അപ്പം ഈ ഭൂമിയിൽ നിനക്ക് ആവശ്യമാണ്. എന്നാൽ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ല നമ്മൾ ദൈവത്തെ സേവിക്കുന്നത്. നാം ദൈവത്തെ സേവിക്കുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവനാണ്. ഹല്ലേലൂയ. മനസ്സിലാക്കാൻ കൃപ പ്രാപിച്ചവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് പകൽക്കാലം എനിക്ക് കൈമാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൂത്, നിനക്ക് നിന്റെ ആത്മീക ജീവിതത്തെ നിത്യതയുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലുമൊക്കെ നന്മകൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അതൊന്നും ദൈവീകമല്ല. നിന്നെ സ്പിരിച്വലി ഡിസ്കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും അനുഗ്രഹം നിനക്കുണ്ടെങ്കിൽ അത് ദൈവീകമല്ലെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ അടർത്തി മാറ്റി നീ ഒരു വിശുദ്ധനായി നിന്നെ ജീവിക്കാൻ ഉതകുന്ന നന്മകൾ മാത്രം നിന്നോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് നീ യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിന്റെ പൈതലായി മാറുന്നത്. ഹല്ലേലൂയ. എന്നെ നിത്യതയിൽ കൊണ്ടെത്തിക്കാത്ത കുറേ അനുഗ്രഹങ്ങൾ, അതും കൊണ്ട് ഞാൻ പോയാൽ അതൊരു ഭാണ്ഡക്കെട്ടായിരിക്കും, അതൊരു ഭാരമായിരിക്കും, അത് നിന്നെ ആമേൻ നരകത്തിൽ കൊണ്ടെത്തിക്കുന്നതായിരിക്കും. പ്രൈസ് ദ ലോർഡ്. എന്നാൽ അതിനെയെല്ലാം മാറ്റിയിട്ട് ആ ഭാരമൊക്കെ ഒന്ന് കുറച്ചിട്ട് ദൈവവുമായിട്ട് നിന്നെ ഒന്ന് പ്ലഗ് ചെയ്ത്, അനുഗ്രഹങ്ങൾ വേണം, വിടുതൽ വേണം, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിനക്ക് ലഭിക്കുമെന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്ന് നീ ചിന്തിക്കണ്ട. ഈ ദൈവം നിന്നെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ അവൻ നീ ഭാരപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. പത്രോസേ, നിനക്ക് കരവടയ്ക്കാൻ പോലും മത്സ്യത്തിന്റെ വായ്ക്കകത്ത് അവൻ ചതുദ്രമ പണം കരുതാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ നിന്റെ ആയുസ്സിൽ നീ ആരുടെ മുമ്പിൽ തലകുനിക്കാതെ, നിന്റെ ആയുസ്സിൽ നിന്റെ ആരുടെ മുമ്പിൽ കൈനീട്ടാതെ